ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അശോകന്റെ ഒരു ധൈര്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഏത് കാര്യത്തിനായിരുന്നാലും മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ തലവത്തിന് നിൽക്കാൻ പറഞ്ഞ അശോകൻ നിൽക്കും. എനിക്ക് ധീരത ഉണ്ടായത് ജഗദീഷിന്റെ കൂടെ വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ ജഗദീഷ് ഏത് കാട്ടത്ത് വിട്ടാലും അവിടെ വെള്ളത്തിൽ പൊങ്ങി വയ്ക്കും. ഞാൻ നേരത്തെ പൂച്ച എടുത്തെറിഞ്ഞ 4 കാലം ഒന്ന് വീണ് കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. അശോകൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മലയാളത്തിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെടുത്തി അശോകന്റെ ഒരുപാട് ഗോസിപ്പ് വന്നിട്ടുണ്ട്. നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറും. അശോകൻ തന്നെ അറിയാം. ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടില്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പ്രണയത്തിന്റെ വാർത്തകൾ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ സുധീഷന്റെ ലൈഫിൽ വന്നിട്ടൊരു ഗോസിപ്പ് എന്താന്നല്ലേ? നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സുധീഷിന്റെ ഒരു സംഭവം ഇതേപോലെ സുധീഷിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതിന്റെ ഒരു ഹിന്റ് മാത്രം ഞാൻ പറയാം. പുറത്തേക്ക് വാടച്ചത്തെ അവിടെ വെച്ച് കാണിച്ചു തരാം. സുധീഷ് കേട്ടാ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ചൂടുവെള്ളം. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ഗോസിപ്പാട്ടോ, വെറുതെ അതൊക്കെ ജഗദീഷന്റെ കഥകളാ. ഇദ്ദേഹം പറഞ്ഞ പോലെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഇവരമില് പ്രേമല്ലായിരുന്നു, ഇവരമില് അടുപ്പായിരുന്നു. ഇതൊക്കെ നാണക്കേട്. എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കറ്റാട്ടോ. വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ രണ്ടിന്റെ ഇടയില് ഇതിന് മൂർച്ച കൂട്ടി കൊടുക്കുന്ന ഒരാളുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തൂക്കിയല്ലോ മനോട് അതിനകത്തൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഒന്ന് ഡൗൺ ആയി ഒരു പ്രത്യേക ജീവിതം അല്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ.